വിശ്വപ്രസിദ്ധമായ വെണ്ണല തൈക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് തന്നെ ഭഗവാന്റെ ആറാട്ടുത്സവവും നടക്കുകയാണ്. ഇന്ന് അതിൻ്റെ പ്രധാന ദിവസമായ ഒരു പുണ്യ സായാഹ്നത്തിലാണ് ക്ഷേത്ര മീഡിയ വളരെ സന്തോഷകരമായി നിലകൊള്ളുന്നത്, അതും ശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വത്തിനോടൊപ്പം. എന്തുകൊണ്ടെന്നാൽ വെണ്ണല തൈക്കാട് ശ്രീ മഹാദേവനെ തൈക്കാട്ടപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. ആ തൈക്കാട്ടപ്പൻ ഇച്ഛയാ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിശിഷ്ട വ്യക്തിത്വത്തിനാണ് ഇന്ന് തൈക്കാട്ടപ്പൻ പുരസ്കാരം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് ക്ഷേത്ര മീഡിയയുടെ ധർമ്മമാണ്, കർത്തവ്യമാണ്, കടമയാണ്. അതിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. ആദരവോടെ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്തേ സർ. വളരെ എന്താ പറയുക, സന്തോഷകരമായിട്ട് ക്ഷേത്ര മീഡിയ അങ്ങേക്ക് ഈ അഭിമുഖത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം തൈക്കാട്ടപ്പൻ്റെ ഒരു പ്രസാദം അത് പുരസ്കാരമായി ലഭിക്കുക എന്ന് പറയുമ്പോൾ അതൊരു സന്ദേശമാണെന്ന് തോന്നുന്നു. കാരണം എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു ചോദ്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. അതായത് പാശ്വതാസ്ത്രം ഉപദേശിക്കുന്ന സമയം അർജുനൻ്റെ ഉള്ളിൽ ഇത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു. ആ അഹങ്കാരത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി തീർക്കുക എന്നത് ഭഗവാന്റെ ഒരു ആവശ്യമായിരുന്നു. എല്ലാവരുടെയും അല്ല, അതെ, ലോകത്തിന് വേണ്ടി. അർജുനൻ ഒരു എക്സാമ്പിൾ മാത്രം. അതാണ് അവിടെ. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്. അങ്ങേക്ക് ഒരു പക്ഷേ ഭഗവാൻ നിശ്ചയിച്ച ഈ ഒരു പ്രസാദാത്മകമായ പുരസ്കാരം ഒരു പക്ഷേ അങ്ങയുടെ ഈ വീക്ഷണത്തിൻ്റെ ഒരു 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 എന്താ പറയുക അനുഗ്രഹമായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്നെ സംബന്ധിച്ചോളം എൻ്റെ മാനസിക ഗുരുനാഥനാണ് സാക്ഷാൽ ദക്ഷിണാമൂർത്തി സ്വാമി. അദ്ദേഹം വക്കത്തപ്പനെ എപ്പോഴും പ്രകീർത്തിച്ചുകൊണ്ടേ സംസാരിക്കുള്ളൂ. എനിക്കതുപോലെയാണ് എറണാകുളത്തപ്പൻ, അത് തന്നെയാണ് തൈക്കാട്ടപ്പനും. എല്ലാ മഹാദേവ സ്വരൂപങ്ങളും എൻ്റെ ഉള്ളിൽ ഒന്നായിട്ടാണ് കാണുന്നത്. അതാണ് സാക്ഷാൽ ദക്ഷിണാമൂർത്തി സ്വരൂപം. തീർച്ചയായിട്ടും ആ ഗുരുവിൻ്റെ സ്ഥാനം, അതാണ് മഹാദേവൻ്റെ ശക്തി. ഇന്നിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോഴും എൻ്റെ മുമ്പിൽ എറണാകുളത്തപ്പനെയാണ് ഞാൻ കാണുന്നത്. തൈക്കാട്ടപ്പൻ്റെ ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി പുരസ്കാരത്തെ പ്രസാദമായിട്ട് തന്നെ സ്വീകരിക്കും. പുരസ്കാരം എന്നുള്ള വാക്കല്ല, ഇത് പ്രസാദമാണ്, ഭഗവാൻ തരുന്ന പ്രസാദം. പ്രത്യേകിച്ച് ഇതുപോലൊരു വലിയ ഒരു വേദി. ഞാൻ ചോദിക്കുന്നതാണ് സാർ, അതായത് എല്ലായിടങ്ങളിലും പുരസ്കാരം നൽകുമ്പോൾ ആദരിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ഥലം വേറെ അല്ല, അത് വേറെ ലെവലാണ്, ഓരോ സ്ഥലത്തും ഓരോ. പക്ഷേ ഈ ഒരു പുരസ്കാരം തൈക്കാട്ടപ്പൻ എന്ന് പറയുമ്പോൾ അങ്ങേക്ക് തിരഞ്ഞെടുത്തു എന്നുള്ളത് നിയോഗമാണ്. അല്ല, അത് മാത്രമല്ല, ഇത് നമ്മളെ തരാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കിത് തരണം എന്ന് ഇവർ തീരുമാനിച്ച് തന്നെ ഭഗവാൻ ബുദ്ധി തോന്നിക്കാതെ അവർക്ക് തരാൻ പറ്റില്ല. അപ്പോൾ തന്നെ വിളിച്ച് 3 ഡേറ്റാണ് എന്നോട് ചോദിച്ചത്. നമ്മൾ ഈ ശിവരാത്രി നിങ്ങൾക്കറിയാമല്ലോ, അമ്പലങ്ങളിലെ പരിപാടികളുടെ തിരക്കാരണം അതിങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് അത് ഇന്നത്തേക്ക് ഭഗവാൻ തിരഞ്ഞെടുത്തിരിക്കുക. അപ്പോൾ അത് അവിടുത്തെ തീരുമാനം. അത് എൻ്റെ ഗുരുനാഥൻ പറയും, ഒന്നും നമ്മളല്ല തീരുമാനിക്കും, അവിടെ നിന്ന് ഓരോന്നും നിശ്ചയിക്കും. അത് ജീവിതത്തെ എപ്പോൾ വേണമെങ്കിൽ എന്ത് നടക്കും, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ സന്ദർഭത്തിൽ ഈ മഹാദേവന്റെ പുരസ്കാരം എന്ന് പറയുന്ന പ്രസാദം ഏറ്റുവാങ്ങുമ്പോൾ പ്രേക്ഷകരോട്, അങ്ങയെ ആരാധിക്കുകയും അത് മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന പ്രേക്ഷകർ ലക്ഷങ്ങളുടെ മുമ്പിൽ അവരോട് എന്താണ് ഈ സന്ദർഭത്തിൽ പറയാൻ? അല്ല, ഇപ്പം നമ്മുടെ കർമ്മമണ്ഡലം സംഗീതമാണ്, പ്രത്യേകിച്ച് ഭക്തി സംഗീതം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു ഗാനം സംഗീതം ചെയ്യുന്നത് തന്നെ എറണാകുളത്തപ്പനെ കുറിച്ചുള്ള ഗാനം. RK ദാമോദരൻ്റെ വരികൾ കഴിഞ്ഞിട്ട് 46 കൊല്ലമായിട്ട് ക്ഷേത്രങ്ങൾ മുഴുവൻ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിൽ എല്ലാ സ്ഥലത്തും നമ്മൾ നടത്തുന്ന ഈ ഭഗവാന്റെ നാമം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ ഇതുപോലുള്ള ഈ ചില പ്രത്യേക സന്നിധാനം എടുത്തു പറയണം. ചില ക്ഷേത്ര സന്നിധാനത്ത് നമുക്ക് കിട്ടുന്ന അംഗീകാരം അത് നമ്മുടെ കർമ്മത്തിന് കിട്ടുന്ന അംഗീകാരമാണ്. തീർച്ചയായും ഇതാണ് പ്രേക്ഷകർക്ക് കൊടുക്കേണ്ട സന്ദേശം. അതാണ് കാരണം, ഒരു വ്യക്തിക്കല്ല ഇത് കിട്ടുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ 46 കൊല്ലമായിട്ട് വന്ന് ഭഗവാന്റെ നാമം ചെല്ലിയതിന് ഭഗവാനായിട്ട് തീരുമാനമെടുത്ത് തരുന്ന ഒരു വലിയൊരു സംരംഭമാണ് ഇതുപോലുള്ളത്. അതാണ് ഇന്നിപ്പോൾ തൈക്കാട്ടപ്പനും തീരുമാനിച്ചിരിക്കുന്നത്. എറണാകുളത്തപ്പനും തൈക്കാട്ടപ്പനും എല്ലാം ഒന്നാണ്. എറണാകുളത്തപ്പനും തൈക്കാട്ടപ്പനും അതുപോലെ തന്നെ ഈശ്വരീയമായ ചൈതന്യങ്ങൾ അത്രയും കൂടിച്ചേരുന്നതാണ് ദക്ഷിണാമൂർത്തി സ്വരൂപമായ ഗുരുസ്ഥാനം. ആ ഗുരുകടാക്ഷമാണ് ഏവർക്കും ഉണ്ടാവേണ്ടത്. കാരണം നമ്മുടെ കർമ്മങ്ങളാണ് നമ്മളാക്കുന്നത് എന്ന മഹത്തായ സന്ദേശമാണ് ഈ പുരസ്കാരമാകുന്ന പ്രസാദം ഏറ്റുവാങ്ങുമ്പോൾ ആദരണീയനായ സംഗീത, അതായത് ഭക്തിഗാനങ്ങളുടെ ഒരു മഹാസാഗരം തന്നെ നെഞ്ചിലേറ്റ് നടക്കുന്ന, അല്ലെങ്കിൽ ആ മനസ്സിൽ തുടിച്ച് നടക്കുന്ന TS രാധാകൃഷ്ണൻ ജി എന്ന മഹാനുഭാവൻ്റെ മുമ്പിൽ നമുക്ക് പ്രണമിച്ചുകൊണ്ട് തന്നെ പറയാൻ കഴിയും, അവരവരുടെ കർമ്മം അത് ശ്രേഷ്ഠമാക്കുക, അത് ഈശ്വരീയമാക്കുക. ആ കർമ്മത്തിൻ്റെ ഫലം ഇതുപോലുള്ള പ്രസാദങ്ങളായി നമ്മെ തേടിയെത്തും. ഒരു കാര്യം കൂടി പറയണം, ഈ ക്ഷേത്ര മീഡിയാസിനെ എനിക്കൊന്നും ഇവിടെ അനുമോദിക്കാതിരിക്കാൻ വയ്യ. കാരണം ഇന്ന് അനേകായിരം ഭക്തജനങ്ങളുടെ വീടുകളിലേക്ക്
ഈ ഭഗവാന്റെ ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ചെയ്യുന്ന സർവീസ് അതിനെ എത്ര അഭിനന്ദിച്ചാലും പോരാ. തീർച്ചയായിട്ടും ഒരു പ്രത്യേക മതിപ്പുണ്ട്. അത് ഞാനിവിടെ പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ്. ഏതായാലും ഈ ഒരു പുരസ്കാരവും പ്രസാദമായി സ്വീകരിക്കുക. വളരെ സന്തോഷം.